ഞങ്ങള് ഗവൺമെന്റിന് ഒരു കംപ്ലൈന്റ് റേസ് ചെയ്തിട്ടുണ്ട്. ഓരോ പേരൻസും പറയുന്ന പോലെ ഞങ്ങളുടെയൊക്കെ ആദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലം കഴിഞ്ഞ് സോറി ഞാൻ നോക്കിയപ്പോ ആള് ആയുഷിന്റെ കൈ ഇങ്ങനെ പിരിച്ചു പിടിച്ചിരിക്കുക പിറകിൽ. അൺഹേർട്ടായി. ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന മജീഷ്യൻ, ആ ഒരു മനുഷ്യനെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു മുഖം അദ്ദേഹത്തിൻ്റെ ചിരിച്ചൊരു മുഖമായിരിക്കും. ചിരിച്ചുകൊണ്ട് വളരെ സൗമ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെയൊക്കെ മനസ്സിലാക്കി തരുന്ന ഒരു നല്ല മനുഷ്യൻ എന്ന രീതിയിലാണ് അദ്ദേഹത്തിനെ ഇന്ന് വരെ നമ്മളെല്ലാം കണ്ടിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് മറ്റൊരു മുഖവും ഉണ്ടെന്ന് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലെ കുട്ടികളുടെ മാതാപിതാക്കൾ അവർക്ക് അദ്ദേഹത്തിൽ നിന്ന് നേരിടേണ്ടി വന്ന അപമാനത്തെക്കുറിച്ചും അതുപോലെ തന്നെ അദ്ദേഹം അവരോട് പറഞ്ഞ വാക്കുകൾ അവരെ എത്രമാത്രം വേദനിപ്പിച്ചു എന്നൊക്കെ പറയുന്ന കേട്ടപ്പോൾ ഗോപിനാഥ് മുതുകാട് എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ച് ഞാൻ സങ്കല്പിച്ച് വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം പൊള്ളയായിരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു തുടങ്ങി. മുതുകാട് എന്ന് പറയുന്ന മനുഷ്യനെ എനിക്ക് ഇഷ്ടമാണെങ്കിലും അദ്ദേഹത്തിനെക്കുറിച്ച് പുറത്തു വരുന്ന ആരോപണങ്ങൾ വളരെയധികം ഗുരുതരമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ അതും കണക്കിലെടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഞാനിപ്പോൾ ഈ ഒരു കേസിനെ സംബന്ധിച്ച് 2 വീഡിയോ ചെയ്തു. ഈ 2 വീഡിയോകളിലും എനിക്ക് കാണാൻ സാധിച്ച കമൻറ്റുകൾക്കൊരു പൊതു സ്വഭാവമുണ്ട്. അതായത് അദ്ദേഹം ചെയ്യുന്ന ഒരു നല്ല കാര്യമല്ലേ, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ കഴിയുമോ, ഇങ്ങനെയുള്ള പിഴവുകളൊക്കെ വരും, അതൊക്കെ അങ്ങോട്ട് സഹിച്ചു പോവുക എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. നമ്മളിവിടെ സംസാരിക്കുന്നത് സാധാരണ അല്ലെങ്കിൽ നോർമൽ ആയിട്ടുള്ള കുട്ടികളെക്കുറിച്ചല്ല, ഓട്ടിസം ബാധിച്ച ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെക്കുറിച്ചാണ്. അവർക്ക് സാധാരണ കുട്ടികളെ പരിഗണിക്കുന്ന പോലത്തെ പരിഗണനകളല്ല വേണ്ടത്. അത് മനസ്സിലാവുന്ന ഒരാൾ പോലും ആ മാതാപിതാക്കളുടെ കൺസേൺ അല്ലെങ്കിൽ അവരുടെ ആവലാതി, ആ സ്ഥാപനത്തിൽ അവരുടെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർക്കുണ്ടായിരുന്ന ആവലാതികളെ കുറച്ച് കാണുകയില്ല. അതുമാത്രമല്ല, എനിക്ക് അത്ഭുതം തോന്നിപ്പോയത് അയാൾ നല്ല കാര്യമല്ലേ ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് തെറ്റുകളൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല എന്നുള്ള മലയാളികളുടെ ചിന്തയാണ്. അയാൾ നന്മകൾ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു തെറ്റ് ചെയ്യാൻ, ഒരു ചെറിയ തെറ്റ് പോലും ചെയ്യാനുള്ള ലൈസൻസ് ആണോ? അങ്ങനെ ഒരു ലൈസൻസ് മലയാളികൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പല കമന്റുകളും വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും മുതുകാട് സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടിക്കുണ്ടായ മോശമായിട്ടുള്ള അനുഭവത്തെക്കുറിച്ച് ആ കുട്ടിയുടെ അമ്മ പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ട്വൈസ് എ വീക്ക് രാവിലെ ടർഫിൽ കൊണ്ടുവരണമായിരുന്നു. എന്നിട്ട് ഒരു ഫുട്ബോൾ കോച്ച് വന്നിരുന്നു. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഓടാനൊക്കെ പറയും. അതില് കുറച്ച് കുട്ടികൾ ഓടും, കുറച്ച് കുട്ടികൾ എവിടെങ്കിലും ഇരിക്കും, കുറച്ച് കുട്ടികൾ നടക്കും. ഓക്കെ, അപ്പൊ എന്റെ മോന്റെ കാര്യത്തിലും എനിക്കറിയാം ഒരു ഒരു നഡ്ജ് വേണം, ഒരു പുഷ്, ചെറുതായിട്ടൊരു വെർബലി ചിരിച്ചുകൊണ്ട് റൺ റൺ എന്നൊക്കെ പറഞ്ഞാലും മതി, പക്ഷെ ഒരു ചെറിയൊരു പുഷ് വേണം. അപ്പൊ ഞാനൊരു ആളിനോട് റിക്വസ്റ്റ് ചെയ്തു, ഒന്ന് പറയോ, ആയുഷിനോട് ഒന്ന് ഓടാൻ പറയോ. അപ്പോ അയാൾ എന്താ ചെയ്ത്, അയാളെന്തോ കൊണ്ടുപോയി ഇവിടുന്ന് വരാൻ നേരത്ത് ഒരു റൗണ്ടിന്റെ കുറച്ച് ആയിട്ട് ഇങ്ങനെ വരാൻ നേരത്ത് ഞാൻ നോക്കാൻ നേരത്ത് ആയുഷ് ആന്ന് ചെയ്യുന്നു. ഓക്കെ, ഞാൻ നോക്കിയപ്പോ ആള് ആയുഷിന്റെ കൈ ഇങ്ങനെ പിരിച്ചു പിടിച്ചിരിക്കുക പിറകിൽ. അൺഹേർട്ടായി. അപ്പോ ഓരോ കുട്ടികൾക്കും ഡിഫറെന്റ് രീതിയിലായിരിക്കും ഡീൽ ചെയ്യേണ്ടത്. എന്റെ ആയുഷിനെ എനിക്കറിയാം, സ്നേഹമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യും, നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചെയ്യില്ല. അത് വേദനയായാണ്. പിന്നെ ഞാൻ ഉടനെ ഉള്ളിൽ ചെന്നു, ഞാൻ പറഞ്ഞു ഞാൻ നോക്കിയോളാന്ന് പറഞ്ഞിട്ട് ചെന്നു. അപ്പൊ ആയുഷ് എന്റെ കയ്യിൽ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്തു. ദാറ്റ് മീൻസ് അവന് പെയിനായി. കുട്ടികളുള്ള പേരൻസ് ഒന്ന് ചിന്തിച്ചു നോക്കുക. നമ്മളുടെ കുഞ്ഞുങ്ങളെ ആരെങ്കിലും ഒന്ന് നുള്ളി വേദനിപ്പിച്ചാൽ പോലും നമുക്ക് വിഷമമാവും, ശരിയല്ലേ? അപ്പോൾ തിരിച്ച് പ്രതികരിക്കാൻ പോലും കഴിയാത്ത ഡിഫറൻ്റ്ലി ഏബിളായിട്ടൊരു കുട്ടിയെ അതിൻ്റെ അമ്മയുടെ മുൻപിൽ വെച്ച് ഒരാൾ കൈപിടിച്ച് തിരിച്ച് വേദനിപ്പിക്കുന്ന കാണുമ്പോൾ ആ അമ്മയ്ക്ക് വിഷമമുണ്ടാവുമോ ഇല്ലയോ? അവിടെ നടന്ന ആ സംഭവങ്ങൾ അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗോപിനാഥ് മുതുകാടിനോട് പോയി കംപ്ലൈൻറ്റ് പറയുമോ ഇല്ലയോ? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുകയാണെങ്കിൽ നിങ്ങൾ അധികാരപ്പെട്ട ആൾക്കാരുടെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്യുമോ ഇല്ലയോ? അതോ നിങ്ങൾ മൗനം പാലിക്കുമോ, മിണ്ടാതെ ഇരിക്കുമോ? അതൊരു വലിയ സ്കൂളല്ലേ, അവിടെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നതല്ലേ, എൻ്റെ കുഞ്ഞിനെ മാത്രമല്ലേ പിച്ചിയുള്ളൂ, അതുകൊണ്ട് ഞാനത് നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിരിക്കുമോ? അതോ നിങ്ങളുടെ കുഞ്ഞിന് വേദനിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പോയി കംപ്ലൈൻറ്റ് പറയുമോ? ഗോപിനാഥ് മുതുകാടിൻ്റെ സ്ഥാപനമാണെങ്കിൽ ഞങ്ങൾ പോയി കംപ്ലൈൻറ്റ് പറയില്ല എന്ന് കുറച്ച് ഫാൻസുകാർ പറയുമായിരിക്കും. അല്ലാത്ത ഒരു മാതാപിതാക്കളും സ്വന്തം കുഞ്ഞിനെ ഒരു കാര്യവുമില്ലാതെ ഉപദ്രവിച്ച് കഴിഞ്ഞാൽ അവർ നോക്കി നിൽക്കുകയില്ല, അവർ പോയി കംപ്ലൈൻറ്റ് പറയും. ഒരു പേരൻസ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് 2-3 വീക്സ് ആയി അവിടെ പോയിട്ട്. അപ്പം എല്ലാരും പേരൻസ് ഒക്കെ വന്നിരുന്നു.
മുതുകാട് സാറ് വന്നു. മുതുകാട് വന്ന് ഇരിക്കുമ്പോ തന്നെ നമുക്ക് അയാളുടെ മുഖം കണ്ടാൽ അറിയാം, ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ വരുന്ന പോലെ. നമ്മൾ നോർമലി കണ്ടിട്ടുള്ള ഒരു മുതുകാടിന്റെ എക്സ്പ്രഷൻ ഫേസ് അല്ല. ഞാൻ അങ്ങനെ അത് സെക്കൻഡ് ടൈം കാണുമെന്ന്. ഫസ്റ്റ് ടൈം ഓഡിഷനിൽ സ്റ്റേജിൽ നിൽക്കുന്ന പറയണ കണ്ടിട്ടുണ്ട്. ദിസ് വാസ് ദ സെക്കൻഡ് ഇൻസ്റ്റൻസ്. അപ്പോ അയാള് പറഞ്ഞു, നിങ്ങൾ ഈ യൂസ് ചെയ്ത വേർഡ് എനിക്ക് ഒരുപാട് ഹേർട്ട് ആവുന്നുണ്ട്. പിന്നെ പറഞ്ഞു, ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരാള് അയാളുടെ കുടുംബം വിറ്റ് എന്താ ക്രിയേറ്റ് ചെയ്ത പ്രോപ്പർട്ടിയാണിത്. എന്റെ വീട്ടില് എന്താ പറയണ്ട, ഇങ്ങനെ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികളൊന്നും ഇല്ല. എന്നിട്ടും ഞാൻ സാക്രിഫൈസ് ചെയ്ത് ഇതെല്ലാം ചെയ്യുവാണ്. എവറി ഡേ എനിക്ക് 15 എൻക്വയറീസ് വരുന്നുണ്ട് ഇവിടെ. അതിനു മുമ്പ് പറഞ്ഞു ഇവിടെ ഫ്രീ ആണ്, ഫുഡ് കൊടുക്കുന്നുണ്ട്, ബസ് ഫ്രീ ആണ്. ഓക്കെ, നിങ്ങളോട് ഒരു ഫീസും വാങ്ങുന്നില്ല. ഓക്കെ, അപ്പൊ ഇത് ഔദാര്യമാണെന്ന് മനസ്സിലാക്കിക്കണമെന്ന്. ഓക്കെ, ആ വേർഡ് കേട്ട ഉടനെ ഐ തിങ്ക് അങ്ങ് ഫ്രീസ് ആയ പോലെ ആയിരുന്നു. നിങ്ങളുടെ കുട്ടികൾക്ക് ഇങ്ങനെ ഒരു സംഭവം നടന്നു, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പോരായ്മകളുണ്ട്, ഇങ്ങനെ ഇനി എൻ്റെ കുട്ടിക്ക് സംഭവിക്കരുത് എന്നൊക്കെ പോയി പറയുമ്പോൾ, ഇത് ഞാൻ തരുന്നൊരു ഔദാര്യമാണ്, ഇവിടെ ഫീസൊന്നും വാങ്ങുന്നില്ല, ഇവിടെ ഫ്രീ ആയിട്ടാണ് പഠിപ്പിക്കുന്നത്, വേണമെങ്കിൽ ഇവിടെ പഠിപ്പിച്ചാൽ മതി, ഇല്ലാത്തവർക്ക് പോകാമെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി അവിടുത്തെ അധികാരപ്പെട്ട ആൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അപമാനമാകുമോ, അതോ നിങ്ങൾ കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമോ? ഗോപിനാഥ് മുതുകാട് ഫാൻസ് ചിലപ്പോൾ കേട്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുമായിരിക്കും. അഭിമാനമുള്ള ഒരാൾ പോലും അത് കേട്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയില്ല. അമ്മയും അത് കേട്ട് ചിരിച്ചു നിന്നില്ല, അവിടുന്ന് ആ കുട്ടിയെ മാറ്റി. ആ അമ്മ ഇപ്പോൾ ഒരു സർക്കാർ സ്കൂളിൽ ആ കുട്ടിയെ കൊണ്ട് ചേർത്തു. ആ കുട്ടിയും ഹാപ്പിയാണ്, ആ അമ്മയും ഹാപ്പിയാണ്. അമ്മ പറയുന്നത് അവരുടെ കുട്ടി ഗവൺമെൻറ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞതിന് ശേഷം ഗോപിനാഥ് മുതുകാടിൻ്റെ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും ആക്റ്റീവായിട്ടുണ്ട്, വളരെയധികം ഹാപ്പിയാണെന്നുമാണ് പറയുന്നത്. ഗോപിനാഥ് മുതുകാടിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലാത്ത എന്ത് കാര്യമാണ് ആ സർക്കാർ സ്കൂളിൽ അപ്പോൾ ഉള്ളത്? ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ചർച്ച ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, കുട്ടികൾ ഒരുപാട് മാനസിക പിരിമുറുക്കം ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അനുഭവിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മാനസിക പിരിമുറുക്കങ്ങൾ താങ്ങാൻ കഴിവില്ലാത്ത കുട്ടികളാണവർ. അവരെ അങ്ങനെ ഒരുപാട് മാനസിക പിരിമുറുക്കത്തിലേക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അവരുടെ മെൻ്റൽ സ്റ്റേറ്റിനെയൊക്കെ ഒരുപാട് ബാധിക്കും. ഇതൊക്കെ ഇവിടുത്തെ സാധാരണക്കാരായ ആൾക്കാർക്ക് മനസ്സിലാവില്ല, അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ എന്ന് കരുതി ഇങ്ങനെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരെ കാണുമ്പോൾ എനിക്ക് സഹതാപമാണ് തോന്നുന്നത്. സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം വരുമ്പോൾ മാത്രമേ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ അമ്മമാരുടെ വിഷമം മനസ്സിലാവുകയുള്ളൂ. അതിലൊരു കാര്യം, ഞങ്ങളൊരു 2 ആഴ്ച മുമ്പ് ഞങ്ങള് ഗവൺമെന്റിന് ഒരു കംപ്ലൈന്റ് റേസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഈ ന്യൂസൊക്കെ ഇപ്പൊ ഇന്റർവ്യൂസും അതിന് മുമ്പുള്ള പോസ്റ്റൊക്കെ ഐ തിങ്ക് അത് കഴിഞ്ഞിട്ടാണ്, ഞാൻ അതൊന്നും കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾ എന്തായാലും ഡിസൈഡ് ചെയ്തിരുന്നു ഇത് അൺഫെയർ ആണ്, കുട്ടികളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ. ഞങ്ങള് ഈ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇതില്ലായിരുന്നു, കേരള നവകേരള സദസ്സിൽ പോയിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തോ? മുഖ്യമന്ത്രിക്ക് സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അവിടെ ഒരു എന്റെ ഡാഡിയാണ് കൊടുത്തത്. അത് ഞാൻ ഇന്നലെ വെബ്സൈറ്റിൽ നോക്കി, അത് വെബ്സൈറ്റിൽ നോക്കാം. അപ്പൊ അത് ഇൻ പ്രോസസ് പോലെ ഒരു കാണുന്നുണ്ട്. ഐ ഹോപ്പ് ഗവൺമെന്റ് വിളിക്കട്ടെ. ഐ എം ഹോപ്പിംഗ് ഒരു എന്തെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയും ആക്ഷൻ എടുക്കുകയും ചെയ്യും. ബിക്കോസ് ഇത് ഇൻജസ്റ്റിസ് ആണ്. അതും ഓർത്ത് നോക്കിയേ, നമ്മുടെ കുട്ടികളെ പോലെ ഇത്രയും ഇന്നസെന്റ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളെ ഷോക്കേസ് ചെയ്ത് അതും ക്യാപിറ്റലൈസ് ചെയ്യുന്നത്. ഇപ്പൊ ഫണ്ടിങ്ങിന്റെ കാര്യമല്ല, ഈവൻ അതർവൈസ് ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളെ കൊണ്ട് ഷോക്കേസ് ചെയ്ത് വലിയ ട്രെയിനിങ് നടത്തുക, എന്ന് പറയാം അല്ലെ. ഞങ്ങളൊക്കെ കുഞ്ഞിന് എന്തെങ്കിലും ഒരു ഫ്യൂച്ചർ ഉണ്ടാവും, ഒരു കരിയർ, ഒരു ജോബ് എന്തെങ്കിലും ആകുമെന്നുള്ള ഹോപ്പിൽ വന്നതാ. കുഞ്ഞുങ്ങൾക്ക് ആ കാര്യം അറിയില്ല, പക്ഷെ ആ ഹോപ്പിൽ വന്നതാ. ഇത് എത്ര അൺഫെയർ ആയിട്ടുള്ള കാര്യം ചെയ്യണേ. സോ അതുകൊണ്ട് ഞങ്ങൾ അത് റേസ് ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഓക്കെ, അത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള കാര്യം. ആ അമ്മയ്ക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളിൽ അൺഫെയർ ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവിടുത്തെ അധികാരികളെ അറിയിച്ചു. പക്ഷേ അധികാരികൾ ഇങ്ങനെയാണ് തിരിച്ച് പെരുമാറിയത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഗവൺമെന്റിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒരു കംപ്ലയിന്റ് കൊടുത്ത് അത് പുറത്തേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അമ്മയുടെ കടമയാണ്. ആ അമ്മ ആ കടമ ചെയ്തു, ഒരു കുഴപ്പവുമില്ല, നല്ലൊരു കാര്യം. അടുത്തൊരു അമ്മയ്ക്ക് പറയാനുള്ള കാര്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ ഒരു അമ്മ അവിടെ കുറച്ച് പോരായ്മകളുണ്ട് എന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞപ്പോൾ ആ ഒരു അമ്മയോടും മുതുകാട് സ്ഥിരമായിട്ട് അവിടെ കംപ്ലയിൻറ്റുകൾ ഉണ്ട് എന്ന് പറയുന്ന പേരൻസിനോട് പറയുന്ന അതേ ഡയലോഗ് തന്നെ ആ ഒരു അമ്മയോടും പറഞ്ഞു. ഇരുന്നപ്പം എന്റെ ഫോണിലേക്ക് കോൾ വന്നു, ഗോപിനാഥ് സാറിന്റെ
പിന്നെ ക്യാബിനിൽ നിന്ന് വിളിക്കും, അവിടേക്ക് വിളിക്കുന്നുണ്ട്. അവിടേക്ക് ചെന്നു. ചെന്ന് കഴിഞ്ഞപ്പം ക്യാബിനിലേക്ക് ക്യാബിനിൽ ചെന്നപ്പോൾ ഇദ്ദേഹം അവിടെ ഉണ്ട്, ഈ പറഞ്ഞ ലേഡി അവിടെ ഉണ്ട്, സൈക്കോളജിസ്റ്റ് ഉണ്ട്, അവരുടെ അസിസ്റ്റന്റ് ഉണ്ട്, അവരുടെ കൂടെ ഉള്ള ഞാൻ ഇങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പം ഇങ്ങോട്ട് എന്നോട് പറഞ്ഞ് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് പുള്ളി ആദ്യം എന്നോട് ചോദിക്കുന്ന ചോദ്യം, എന്താണ് മാഡത്തിന്റെ പ്രശ്നം, എന്താണ് മാഡത്തിന്റെ പ്രശ്നം എന്ന് ചോദിച്ചു. എനിക്ക് പ്രശ്നമെന്ന് അതിൽ പറയാമെന്നറിയില്ല, എനിക്ക് ഇവിടെ അനുഭവപ്പെട്ട ചില വിഷമങ്ങളാണ് ഞാൻ പറഞ്ഞത്. അത് പിന്നെ സാറിന്റെ അടുത്ത് ഈ പുള്ളിക്കാരായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ തമ്മിലെ ഡിസ്കഷന്റെ ഭാഗമായിട്ട് എന്നോട് ഓരോ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ അതിന്റെ പോസിറ്റീവായിട്ട് സംസാരിച്ചു. അപ്പൊ അത് സാറിനോട് ഇൻഫോം ചെയ്യേണ്ട, മീറ്റിംഗ് സമയത്ത് ഇൻഫോം ചെയ്യാതെ ഒരു പോസിറ്റീവ് ഡിസ്കഷനായിട്ടാണ് നടന്നത്. എന്താ സാർ ഇങ്ങനെ ഈ രീതിയിൽ ചോദിക്കുന്നത് എന്ന് ഞാനിപ്പം പെട്ടെന്ന് ഒരു ആബ്സെന്റ് മൈൻഡഡ് ആയെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചോദിച്ചു. അന്നേരം പറയണേ, അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ മകന് ഈ പ്രശ്നമില്ല. എന്നോട് പറഞ്ഞ വാക്കുകളാണ്, എന്റെ മകൻ ഈ പ്രശ്നമില്ല, എന്റെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളില്ല, ഈ കിട്ടുന്നതൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഔദാര്യമാണെന്ന് വിചാരിച്ചാൽ മതി. മുഖത്ത് നോക്കി പറഞ്ഞു. അത് ഒരുപാട് ദേഷ്യത്തിൽ പറഞ്ഞില്ല, ഒരുപാട് സുഖമായിട്ട് എന്താ പറയുക, ഒരു വളരെ ക്രൂവലായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഒരു ക്രൂരമായിട്ട് ഒരാളുടെ ഷാർപ്പായിട്ട് നമ്മളോട് പറയില്ലേ, ഇങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മളോട് പറയില്ലേ, ഒരു വാൺ ചെയ്യുന്ന പോലെ പറയില്ലേ, മീൻസ് ഒരു വാണിങ് പോലെ പറയുന്നത്, അതേ രീതിയിൽ ഒരു പറച്ചില്ല. അപ്പൊ ഞാൻ വയ്യാത്ത കുട്ടി ഉണ്ടായതിന്റെ പേരിൽ നമ്മൾ ഇങ്ങനെ ഒരു ആക്ഷേപം കേൾക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞങ്ങളുടെയൊക്കെ സ്ഥാനത്ത് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കുട്ടി ഉണ്ടായത് ഞങ്ങൾ ആഗ്രഹിച്ചിട്ടല്ല, ഞങ്ങൾക്ക് ഉണ്ടായി, ഞങ്ങളത് സ്വീകരിച്ചേ പറ്റൂ, ഞങ്ങൾ അതിനെ വളർത്തിയേ പറ്റൂ. ഞങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ച് പരമാവധി ഞങ്ങൾക്ക് സംരക്ഷിക്കാവുന്ന കാലം വരെ നമ്മൾ സംരക്ഷിക്കും. പിന്നെ ഈ പറയുന്ന ഓരോ പേരൻസും പറയുന്ന പോലെ ഞങ്ങളുടെയൊക്കെ ആദ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലം കഴിഞ്ഞ് സോറി അതാണ് ഈ മാതാപിതാക്കളുടെ എല്ലാവരുടെയും കൺസേൺസ് അത് തന്നെയാണ്. അവരുടെ കാലം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ഭാവി എന്താണ്, ഇവർക്കൊരു നല്ല ഭാവി ഉണ്ടാകും, ഇവർക്കൊരു നല്ല ഫ്യൂച്ചർ ഉണ്ടാക്കി കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചാണ് പലരും അവിടെ കുട്ടികളെ കൊണ്ടു ചേർത്തതെന്ന് ഇതിന് മുമ്പ് പ്രതികരിച്ച മാതാപിതാക്കളെല്ലാം പറയുന്നുണ്ട്. പക്ഷേ അവിടെ എല്ലാം കാഴ്ചപ്പാടിൽ ആ കുട്ടികളെ അവിടെ കുറേ പരിപാടികൾ അവതരിപ്പിക്കുന്നു, അവിടെ വരുന്ന ആൾക്കാർ മുമ്പിൽ ഷോട്ട് കേസ് ചെയ്യുന്നു എന്നല്ലാതെ അവരുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടുള്ളൊരു വേദി അവർക്ക് ഒരുക്കി കൊടുക്കുന്നില്ല എന്ന് അതിലൊരു പേരൻ്റ് പറയുന്നതിന് കേട്ടു. അതൊക്കെ ന്യായമായിട്ടുള്ള ആവശ്യങ്ങളാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ളൊരു ചോദ്യം അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു കുട്ടി ഉണ്ടായി, ആ ഒരു റിയാലിറ്റി അവർ അക്സെപ്റ്റ് ചെയ്തു, അതിനെ കൊണ്ട് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ ജീവിക്കാൻ തുടങ്ങി അവർക്ക് മാത്രമേ ആ സ്ട്രഗിൾ അറിയുകയുള്ളൂ. നമുക്കൊന്നും ആ സ്ട്രഗിളൊന്നും അറിയത്തൊന്നുമില്ല. അപ്പോൾ അവരുടെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് മാനസികമായിട്ട് ഒരുപാട് വിഷമം തോന്നും, അവരെ കളിയാക്കിയതുപോലെ തോന്നും. എന്തുമാത്രം അപമാനമാണെന്ന് മുതുകാട് സാറിന് മനസ്സിലാവുന്നുണ്ടോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാറ് പറഞ്ഞ വാക്കുകൾ കേട്ടിട്ട് എനിക്ക് പോലും അത് മനസ്സിലാവുന്നുണ്ട്. എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ഇത് നിർത്തിപ്പോവാനോ അല്ലെങ്കിൽ ഇത് പുതിയതായിട്ട് തുടങ്ങണ്ടെന്നോ ഒന്നുമല്ല എല്ലാവരുടെയും അഭിപ്രായം. നിങ്ങൾ അവർ പറയുന്നതും കൂടെ കൺസിഡർ ചെയ്യുക. അവരുടെ കുട്ടികളുണ്ട്, തീർച്ചയായിട്ടും അവർക്ക് കൺസേൺസ് കാണും, പേരൻസിനും കൺസേൺസ് കാണും. കാരണം അവരുടെ കുട്ടികൾ അങ്ങനെ ആയിപ്പോയി, അവർക്ക് കൂടുതൽ കെയറിങ് വേണമെന്ന് ആഗ്രഹിക്കും, ശരിയാണ്. പക്ഷേ അവർ ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാ കുട്ടികൾക്കും കൂടെ പ്രയോജനമാകുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനെ ചെവിക്കൊള്ളുക, അതൊക്കെ നടപ്പിലാക്കാൻ പറ്റുമെങ്കിൽ നടപ്പിലാക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ ഒരു സ്ഥാപനം വളരുന്നത്. ഇത് ചോദ്യം ചെയ്യുന്നവരെയും അവിടെ നടക്കുന്ന പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നവരെയും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അപമാനിക്കുക, വിഷമിപ്പിക്കുക ഒക്കെയാണ് താങ്കൾ ചെയ്യുന്നത്. ഇതൊക്കെ ശരിയായിട്ടുള്ള കാര്യമാണോ? താങ്കൾ നന്മ ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു നന്മ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവരോട് ഇങ്ങനെ പറയാനുള്ള അവകാശം താങ്കൾക്കുണ്ടോ? എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പോത്തിൻ്റെ ചെവിയിൽ വേദമോദ്യം പോലെയാണ് സാറിൻ്റെ ഫാൻസുകാർക്ക്. അവർക്ക് സാർ ചെയ്യുന്ന നന്മകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ചെറിയ തെറ്റുകളൊന്നും ചെയ്താൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. എന്തുതരം ചിന്താഗതിയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും എനിക്ക് പോലും ആരാധന തോന്നിയ ഒരു പേഴ്സണാലിറ്റി ഉള്ള ഒരു മനുഷ്യനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാം, ആ മാതാപിതാക്കൾ അവരുടെ അനുഭവമാണ് പറയുന്നത്, അതിനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയുകയില്ല. എന്തായാലും ഇതൊക്കെ പരിഹരിച്ച് ഈ സ്ഥാപനം മുന്നോട്ടേക്ക് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അത് പരിഹരിക്കും അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു.